1916 പണ്ഡിറ്റ് ശ്രീ മദൻ മോഹൻ മാൽവിയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. എന്നാൽ അന്നിവിടെ ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നില്ല. ഏകദേശം 35ഓളം വർഷങ്ങളെടുത്ത് പണിത ഒരു ക്ഷേത്രമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 1933 തുടങ്ങി 1966 വരെ നീണ്ടുനിന്ന ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏകദേശം 35 വർഷം നീണ്ടുനിന്നു എന്നുള്ളതാണ് ചരിത്രം. ബിർളയുടെ സഹായത്തോടെയാണ് ഈ ക്ഷേത്രം ഇവിടെ പണിതുയർത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏകദേശം വലിയ ക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ്. 77 മീറ്ററോളമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയരമെന്ന് പറയുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഹൃദയത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. വരൂ. രാജ്യത്തെ അതിപുരാതന സർവകലാശാലകളിൽപ്പെട്ട ഒന്നാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഏകദേശം 4000ഓളം ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ 1200 ബെഡുള്ള ഒരു ആശുപത്രി ഉൾപ്പെടെ ഏഷ്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല എന്ന് പറയുന്ന BHU. 1904 അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത്. 1905 വാരാണസിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഇതിന്റെ പ്രപ്പോസൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. 1916 അന്നത്തെ വൈസ്രോയ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടുന്നത്. യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനായി സഹായത്തിനായി കാശി രാജാവായിരുന്ന പ്രഭു നാരായൺ സിംഗിനെ സമീപിച്ച മദൻ മോഹൻ മാൽവിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂറിൽ എത്ര ദൂരം നടക്കുന്നോ അത്രയും സ്ഥലം ഞാൻ യൂണിവേഴ്സിറ്റിക്കായി വിട്ടു നൽകാമെന്ന് മദൻ മോഹൻ മാൽവിയോട് രാജാവ് പറയുകയും അദ്ദേഹം 1 മണിക്കൂറിൽ 1300ഓളം ഏക്കർ ഭൂമി അങ്ങനെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്വരൂപിച്ചു എന്നുള്ളതാണ് ചരിത്രം. മദൻ മോഹൻ മാൽവിയ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധി പോലും വളരെ ഉദാത്തമായ രീതിയിൽ കാണുകയും ചെയ്തിരുന്ന ഒരു നേതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലം കൂടിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങൾ ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ